വളരെയധികം സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചേച്ചിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഒക്കെ സംസാരിച്ചു. ഇവിടുന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ചേച്ചിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അവാർഡ് പ്രഖ്യാപിക്കുന്ന പോലും ഇപ്പോഴാണ്. നിങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. ദേശീയ അതെ അതെ തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ കൊച്ചിലെ തൊട്ട് കണ്ട് ഭയങ്കരമായിട്ട് വർഷിപ്പ് ചെയ്തൊരു ആക്ട്രസ്സാണ് ചേച്ചി, ഒരു ലെജൻഡാണ്. ചേച്ചീനെ ഇത്ര നാൾക്ക് ശേഷം ഇങ്ങനെ ഒരേ പടത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടുക എന്ന് പറയുന്നതൊരു വലിയ കാര്യമല്ലേ. പലരും സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് റീഇൻട്രൊഡ്യൂസിങ് റൂഷ് ചേച്ചി പോലാണ് ഈ സിനിമ എന്നുള്ളത്. അത് കേൾക്കുമ്പം വളരെ സന്തോഷമുണ്ട്. ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാം ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അതെ, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ ലൊക്കേഷനിൽ വെള്ളം ഒക്കെ നിർത്തിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഷൂട്ടിൻ്റെ ഒരു 10 ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്യുന്നവരെ പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ വെള്ളം നിൽക്കുമോ ഇല്ലയോ എന്ന് പോലും. അങ്ങനെ പലരും പറഞ്ഞു ഇത് നടക്കില്ല, കാരണം നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരുപാട് കാൽക്കുലേഷനുകളും ഒരുപാട് പ്ലാൻസും ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങളതിനെ അപ്രോച്ച് ചെയ്തത്. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ബണ്ട് കൂട്ടി വെള്ളം മൊത്തം പോവുകയും എല്ലാവരും കൂടെ ചാടി ഇറങ്ങിയ ബണ്ടൊക്കെ ശരിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അസുഖങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവസം മൊത്തം വെള്ളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ രാവിലെ ചെല്ലും, നനയും, ആ ഡ്രസ്സിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വൈകുന്നേരം വരെ ഇരിക്കുന്നത്. ചേച്ചിക്കൊക്കെ ഇപ്പോഴും കാലിൽ നിന്ന് ആ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല എന്ന് ചേച്ചി കാണുമ്പം പറയും. പക്ഷേ അവരൊക്കെ അതിനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടും എക്സൈറ്റ്മെൻറ്റോടും കൂടിയാണ് നോക്കിക്കണ്ടതും. ചില സീനുകളൊക്കെ വീട്ടിനകത്ത് ചെയ്യുമ്പോൾ അവർ തന്നെ പറയും നമുക്ക് പുറത്തിറങ്ങി വെള്ളത്തിൽ ചെയ്യാം എന്നുള്ളത്. ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് സിനിമ ചെയ്തതും സിനിമയുടെ ഓരോ പ്രോസസ്സിലും അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്, എഡിറ്റിംഗ് സമയത്തും എല്ലാം. അങ്ങനെ വരുമ്പോഴത്തേക്കും പക്ഷേ ഇതിന് കിട്ടിയൊരു റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ആ സിനിമ എൻഗേജിങ് ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. കേരളത്തിൽ അത് ഫസ്റ്റ് വീക്കെൻഡ് ഉണ്ടാക്കിയ കളക്ഷൻസ് എനിക്ക് തോന്നുന്നു എക്കാലത്തെയും ഫീമെയിൽ ലെഡ് മലയാളം ഫിലിംസിൻ്റെ കളക്ഷനോട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെയധികം സന്തോഷം.